ഞാൻ വോട്ടിന് വേണ്ടി വന്നിരിക്കുന്നവനാ. പക്ഷെ നിങ്ങളെ സുഖിപ്പിച്ച് പതപ്പിച്ചൊന്നും വോട്ട് ഞാൻ മേടിച്ച് പോവില്ല. പറയാനുള്ളത് ഞാൻ പറയണം. അവരെന്താ പറയണത് നമുക്ക് നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഇവര് പട്ടയമേളത്തിന് പോയി എന്നറിഞ്ഞ് ഈ പട്ടയമേളത്തിന് പോയാലും ഇവർക്ക് ഇത് അനുവദിച്ച് ഞാൻ സാഹോദര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. എനിക്ക് 25,000 രൂപ പെൻഷൻ ഉണ്ട്. രാജ്യസഭയിൽ 6 വർഷം ഇരുന്നതിന് 25,000 രൂപ പെൻഷൻ. എന്താ വർത്താനം? എന്താ പേര്? സൈനബാത്ത. എന്താണ് നിങ്ങളെ വിഷയം? എന്താണ് സുരേഷ് ഗോപി സാറിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ഉമ്മക്ക് തീരെ ആരും ഇല്ലാത്തതാണ് കേട്ടോ അവര്. ആ ഉമ്മയുടെ ആധാർ കാർഡും അക്കൗണ്ട് നമ്പരും എല്ലാം എടുത്ത് ആ ശ്രീജിത്തിനെ അറിയിച്ചു. ശ്രീജിത്ത് കൊടുക്കൊണ്ടവരുണ്ടോ? പെൻഷൻ തന്നെ ഞങ്ങൾക്ക് എത്ര നാളായി കിട്ടി. ചുരുക്കണത് ഈ സുഖമില്ലാത്ത ആൾക്കാര്, കയ്യും കാലൊക്കെ തളർന്ന ആൾക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര നാളായി. എന്റെ കൂട്ടുകാരന്റെ അല്ല, ഞാനൊരു CPM കാരിയാണ്. അതറിഞ്ഞിട്ടാണ് ആളെന്താക്കിയത്. അറിഞ്ഞിട്ടും ആൾ ആ ഒരു ഫോൺ കൊടുക്കാനായിട്ട് അന്ന് മോഹൻലാൽ, മമ്മൂട്ടി, ഗുരുവായൂർ ഓരോ കല്യാണങ്ങൾക്കാണ് വന്നത്. പക്ഷെ ആള് വന്നത് എന്റെ മകൾക്ക് ഈ ഫോൺ കൊടുക്കാനായിട്ട്. അത്രയും ദൂരെ യാത്രയില്ല. എന്റെ ഒരു മകൾക്ക് മാത്രമാണ് അന്ന് ആ ഫോൺ കൊടുത്തത്. നിങ്ങളെ വോട്ട് ആർക്കാണ് ഇപ്രാവശ്യം? അതെന്തായാലും അതെന്തായാലും ഞങ്ങളെ രക്ഷിച്ച ആൾക്കാർക്കല്ലേ ഞങ്ങൾ വോട്ട്. നിങ്ങളെ വോട്ട് ആർക്കാന്ന് പറ. അതെന്തായാലും ഉണ്ടാവുമല്ലോ. ഞങ്ങളെ രക്ഷിച്ച ആളുകൾ ആരാണ് അവർക്ക് ഞങ്ങൾ എന്തായാലും വോട്ട് രേഖപ്പെടുത്തി. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങളെ വായോണ്ട് പറ. അതാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും എന്റെ മോൾക്ക് ആദ്യമായിട്ട് ആളൊരു ഫോൺ കൊടുത്തു. സാറ് ഫോൺ കൊടുത്തു. സുരേഷ് ഗോപി സാർ ഫോൺ കൊടുത്തിട്ട് ആ ഒരു കടപ്പാട് ആളോട് നമുക്ക് തീർക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾ അവസരമാണ്. ആ അവസരം എന്തായാലും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. 4 വോട്ട് ഇപ്രാവശ്യം നമ്മളെ വീട്ടിലുണ്ട്. ഇത്ര സന്തോഷം നിങ്ങൾക്കുള്ളത് കൊണ്ട് പിന്നെ സുരേഷ് ഗോപി സാറിന് നിങ്ങൾ വോട്ട് കൊടുക്കും? അതെന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും കൊടുക്കൂല്ലേ. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഏതൊക്കെ റോഡുകൾ ഇനി മണ്ണിട്ട് നഷ്ടപ്പെട്ട റോഡുകൾ മണ്ണിട്ട് പൊക്കി ടാർ ചെയ്യണ്ട, അത് ഇനി ഒരു വെള്ളപ്പൊക്കം വന്നാലും ഏത് വെള്ളപ്പാച്ചിൽ വന്നാലും ഒലിച്ചു പോകാത്ത കോൺക്രീറ്റ് റോഡ് വേണം എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ എത്രയോ ഇടങ്ങളിൽ ഞാൻ കണ്ടു കോൺക്രീറ്റ് റോഡ് വരുന്നത്. മുഴുവൻ ഡിസാസ്റ്റർ റിലീഫ് അല്ലെ, ഫ്ലഡ് റിലീഫ് ഫണ്ടിൽ നിന്നാണ് 37,000 കോടിയാണ് വന്നിരിക്കുന്നത്. ആ കാശ് 37,000 കോടിയും ആ റോഡിൽ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിവിടെ കോൺട്രാക്ട് കൊടുത്ത മുതലാളിമാരാ, അവര് തട്ടിക്കൊണ്ടുപോകും. ആ മുതലാളിമാരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഈ ഗവൺമെന്റിനുണ്ട്. ഈ ഗവൺമെന്റിലെ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഒക്കെ ഉണ്ടാവാം ആ കമ്പനിയുമായിട്ട് പാർട്ട്ണർഷിപ്പ്. കേട്ടില്ലേ? എനിക്കിപ്പോ ഈ ഇലക്ഷൻ കോഡ് വന്നതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. പക്ഷെ അല്ല നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് 25,000 രൂപ പെൻഷൻ ഉണ്ട്. രാജ്യസഭയിൽ 6 വർഷം ഇരുന്നതിന് 25,000 രൂപ പെൻഷൻ ഉണ്ട്. അത് ഈ ഏതാണ്ട് 12,000 ചില്ലുവാൻ രൂപ ഞാനിപ്പോൾ പലർക്കായിട്ട് പെൻഷൻ കൊടുക്കുകയാണ്. അത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചെയ്തത് കൊണ്ട് ഞാനത് ഇനി ഈ മാസം കൊടുക്കാൻ എനിക്ക് ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് ഈ ഡിഫോൾട്ട് പേയ്മെന്റ് എന്ന് പറയാം, എൻ്റെ ബാങ്കിലേക്ക് എൻ്റെ പെൻഷൻ വരുമ്പോൾ അതിൽ നിന്ന് ഈ 6 പേർക്കും പറഞ്ഞാൽ മനസ്സിലായി. അത് ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അതൊരു പ്രീ അറേഞ്ച്മെന്റ് ആണ്, നേരത്തെ തീരുമാനിച്ച ഒരു പദ്ധതിയാണ്. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ പുതുതായിട്ട് ഒരാൾ കൂടെ ഞാൻ തരാമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ മനസ്സിലാക്കിക്കോ, എൻ്റെ ഈ പ്രവർത്തനം കണ്ടിട്ട് ദുബായിലുള്ള ഒരു ശ്രീകുമാർ, അയാളുടെ അനുജനോ ചേട്ടനോ ശ്രീജിത്ത് എന്ന് പറയുന്ന ആള് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അങ്ങേര് എന്നെ വിളിച്ചു പറഞ്ഞ് 4-5 പേർക്ക് ഞാൻ കൊടുക്കാൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ശ്രീജിത്തിനെ അറിയിക്കാം. അവരാരെങ്കിലും ആധാർ കാർഡ് കണ്ടെത്തി ഒരു 4-5 പേർക്ക് അവർ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാം. ആ ഒരു വാഗ്ദാനം ഒരു ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്യാനൊക്കത്തില്ല. ഞാൻ കൊടുക്കുന്നില്ല.